ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥ കേട്ടാലോ? അങ്ങനെ ആൻ്റണിയുടെ നിർദ്ദേശപ്രകാരം സച്ചിയുടെ ഫോണിൽ നിന്ന് വീഡിയോ കൈക്കലാക്കാൻ വേണ്ടി സച്ചിയെ ശ്രുതി ഇങ്ങനെ പിന്തുടരുകയാണ്. പിറ്റേ ദിവസം രാവിലെ സച്ചി കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറുന്ന തക്കത്തിന് ശ്രുതി ഫോൺ കൈക്കലാക്കുന്നു. ഫോണിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഫോൺ കുത്തിയിട്ടിട്ടാണ് സച്ചി ബാത്റൂമിൽ കയറുന്നത്. ആ തക്കം നോക്കി ശ്രുതി ഫോൺ കൈക്കലാക്കുന്നുണ്ട്. ഫോൺ കൈക്കലാക്കി വീഡിയോ എങ്ങനെയെങ്കിലും സ്വന്തം ഫോണിലോട്ട് ഷെയർ ചെയ്യാമെന്ന് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രേവതി ആ മുറിയിലോട്ട് കടന്നു വരുന്ന കാരണം ശ്രുതിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ശ്രുതി ബെഡിനടിക്കരെ ഒളിച്ചിരിക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ശ്രുതി ഫോണിൽ ഇങ്ങനെ ഓരോ വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണ്. എവിടെയാണ് ഏത് ഭാഗത്താണ് ഈ വീഡിയോ കിടക്കുന്നത് അറിയാനായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് ബാഗ് തട്ടിപ്പറിക്കുന്ന ഒരു വീഡിയോ ശ്രുതി കാണുന്നുണ്ട്. അപ്പോൾ ആന്റണി പറഞ്ഞ സത്യമാണ്, സച്ചി തന്നെയാണ് അന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുത്തതെന്ന് മനസ്സിലാവുന്നു. ഇത് പെട്ടെന്ന് തന്നെ എൻ്റെ ഫോണിലോട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയാണ്. അപ്പോഴത്തേക്ക് ആൻ്റണിക്ക് വീഡിയോ ഷെയർ ചെയ്യാനും പറ്റത്തില്ല, റൂമിനകത്ത് പുറത്തിറങ്ങാനും പറ്റാത്ത അവസ്ഥയിൽ ശ്രുതി അകപ്പെടുകയാണ്. കുളിയെല്ലാം കഴിഞ്ഞ് സച്ചി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഫോൺ കാണത്തില്ല. ഫോൺ അവിടെ ഒന്നും കാണത്തില്ല. അങ്ങനെ രേവതി പറയും, നീ ഫോൺ എല്ലാവരും നോക്കാൻ പറയും. അങ്ങനെ രേവതി പുറത്തൊക്കെ ഇറങ്ങി ഫോൺ എല്ലായിടത്തും നോക്കുകയാണ്. രേവതിയും രേവതിയുടെ അച്ഛനും എല്ലാവരും കൂടി ഫോൺ നോക്കുന്നുണ്ട്. ആ സമയത്ത് കുറേ നേരം കഴിഞ്ഞിട്ടും ഫോൺ കാണാത്തതുകൊണ്ട് സച്ചി ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഫോൺ അന്വേഷിച്ചിറങ്ങുന്നു. ആ തക്കം നോക്കി നമ്മുടെ ശ്രുതി പുറത്ത് ചാടും. ശ്രുതി കുറേ നേരം കൊണ്ട് ഈ ശ്രുതിയെ കാണാത്തതുകൊണ്ട് അവിടെ എല്ലാം അന്വേഷിച്ച് കിടക്കുക. അപ്പം ഫ്രണ്ട് വശത്തൂടി ആരും കാണാതെ ശ്രുതി അങ്ങ് അകത്ത് കയറും. നീ എവിടെ പോയിരുന്നു ശ്രുതി? അത് ഞാൻ മീരെ ഫോൺ ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് പോയിരുന്നേ, അതാ എന്നെ കാണാഞ്ഞെന്ന് പറയും. അങ്ങനെ ഫോൺ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശ്രുതി ഫോൺ കൊണ്ടു ചെന്ന് ഒരു സൈഡിൽ ഒളിപ്പിച്ച് വെക്കും. കുറച്ച് കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വരുമ്പോൾ രേവതി തന്നെ ഫോൺ എടുത്ത് സച്ചിക്ക് കൊടുക്കും. അതിനുശേഷം ശ്രീകാന്തും ഇപ്പോഴത്തെ ഹോട്ടൽ ഓണറുടെ മകൾ പ്രിയയും കൂടി രണ്ടുപേരും കൂടി ഹോട്ടലിലേക്ക് ആവശ്യമായ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പുറത്തോട്ടിറങ്ങുന്നു. ആ സമയത്ത് തന്നെ വളരെ യാദൃച്ഛികമായിട്ട് നമ്മുടെ വർഷയുടെ അമ്മ മഹിമ അവിടുത്തെ ആ ഷോപ്പിൽ തന്നെ വരികയാണ്. അങ്ങനെ അവിടെ വെച്ച് ശ്രീകാന്തിനോട് പ്രിയ കാണിക്കുന്ന ഓവർ അടുപ്പവും സ്നേഹവും ഒന്നും മഹിമയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ മഹിമയെ കാണുന്ന ശ്രീകാന്ത് അവിടുന്ന് പ്രിയയെ വിളിച്ചിട്ട് മഹിമയെ പരിചയപ്പെടുത്തുന്നു. ഇതിൻ്റെ മദറിലോ ആണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. പക്ഷേ അതൊന്നും മഹിമയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവരോട് കുറച്ച് നേരമൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി പർച്ചേസ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ മഹിമ വർഷയെ ഫോൺ വിളിച്ചിട്ട് പറയുന്നു, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എന്താ അമ്മേ കാര്യം? അതൊക്കെ ഞാൻ നിന്നെ നേരിട്ട് കാണുമ്പോൾ പറയാം, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ വർഷ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തായിരിക്കും അമ്മയ്ക്ക് പെട്ടെന്ന് എന്നോട് പറയാനുള്ളതെന്ന് പറയുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വർഷ ജോലി ചെയ്യുന്ന ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയർ വരുന്നുണ്ട്. അപ്പോൾ പറയുന്നു, ഞാൻ നിൻ്റെ രേവതി ചേച്ചിയെയും ശശിയേട്ടനെയും കൂടി ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു. ചേച്ചിയുടെ നെറ്റിയിലെ ബാൻഡേജ് അഴിക്കാനായിട്ട് വന്നതാണെന്ന് പറയും. അങ്ങനെ അവരാണ് എന്നെ ഇങ്ങോട്ട് ആക്കിയത്. എന്തൊരു സ്നേഹം അവർ തമ്മിലെന്നൊക്കെ ആ സാറ് വർഷയോട് പറയുന്നുണ്ട്. അതേ സാർ, അവർ നല്ല ജോഡികളാണ്, അതുകൊണ്ടല്ലേ അവർക്ക് ബെസ്റ്റ് കപ്പിൾസ് അവാർഡ് കിട്ടിയെന്ന് പറയും. അതിനുശേഷം നമ്മുടെ രേവതിയും സച്ചിയും കൂടി രേവതിയുടെ വീട്ടിലോട്ട് വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ലക്ഷ്മിയമ്മ കണ്ട് സച്ചിയെ കണ്ട് ഭയങ്കര സന്തോഷമാണ്. അപ്പോഴേക്കും മോളെ ബാൻഡേജൊക്കെ അഴിച്ചമ്മ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ലക്ഷ്മിയമ്മയോട് സംസാരിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ദേവ് പെട്ടെന്ന് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. എന്താ ഇത്രയും താമസിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് ലേറ്റായി പോയി സച്ചിയേട്ടാന്ന് പറയും. ഇങ്ങനെ താമസിച്ചാൽ നിൻ്റെ ജോലി അത് പോകത്തില്ല, ഞാൻ ഓവർ ടൈമൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ സച്ചിയേട്ടൻ അങ്ങോട്ട് പോകുമ്പോൾ എന്നെ അങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് ആക്കണമെന്നൊക്കെ പറയും. അങ്ങനെ അവർ സംസാരിക്കുകയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ ശരത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയും, എനിക്കും പെട്ടെന്ന് പോകണം, ഇന്നെന്താ നേരത്തെ, എനിക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറയും. സച്ചിയേട്ടാ, ഞാൻ മുമ്പത്തെ കണക്കല്ല, അല്ല മോനെ, അവൻ ഇപ്പം നേരത്തെ എഴുന്നേക്കും, 10-12 മണി വരെ ഇരുന്ന് പഠിക്കും എന്നൊക്കെ പറയും. എങ്കിൽ ഞാനും പോകാമെന്ന് തോന്നുന്നു, നിന്നെ ഞാൻ അങ്ങോട്ടാകാം. വേണ്ട സച്ചിയേട്ടാ, എനിക്ക് ബൈക്കുണ്ടെന്ന് പറയും. അങ്ങനെ എല്ലാവരും പോവുകയാണ്. രേവതിയും ലക്ഷ്മിയമ്മയും കൂടി സംസാരിക്കുന്നുണ്ട്. എനിക്ക് സന്തോഷമായി മോളെ, ഇപ്പം അവന് ഒരുപാട് മാറ്റമുണ്ട് ശരത്തിന് എന്നൊക്കെ പറയും. അവൻ പണ്ടും ഇങ്ങനെ ആയിരുന്നല്ലോ അമ്മേ, നേരത്തെ എഴുന്നേക്കും ഒരുപാട് സമയം പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ആൻ്റണിയുടെ കൂടെ കൂട്ടുകൂടി അന്ന് അവൻ്റെ സ്വഭാവമൊക്കെ മാറിയത്. അപ്പോൾ കുറച്ച് പൈസയൊക്കെ രേവതി ലക്ഷ്മി അമ്മയ്ക്ക് കൊടുക്കും. അപ്പം വേണ്ട മോളെ, ഇത് മോടെ കയ്യിൽ ഇരിക്കട്ടെ, ഇനി പൈസ തരാൻ വേണ്ടി മോൾ ഇങ്ങോട്ട് വരണ്ട, അത്യാവശ്യം ചിലവുള്ള കാശൊക്കെ എൻ്റെ കയ്യിലുണ്ട്, എത്രയും പെട്ടെന്ന് മോൾ റൂം കെട്ടാൻ പറയും. അതിനൊക്കെയുള്ള കാശ് ഞങ്ങൾക്ക് ആവും അമ്മേ, തൽക്കാലം ഇത് അമ്മയുടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ശ്രുതി സച്ചിയുടെ ഫോൺ ഇനി കൈക്കലാക്കാൻ പറ്റുമോ, വീഡിയോ ആൻ്റണിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇതിൻ്റെയൊക്കെ
എന്നതൊക്കെയാണ് ഇത് നമ്മൾ വരും ദിനങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കഥ കേൾക്കണം. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.